പിന്നെ ആസ് എ വുമൺ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സൊസൈറ്റി നമുക്ക് ഒരുപാട് പ്രിവിലേജസ് അനുവദിക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നോട്ട് ടു ഡിസ്ട്രോയ് മെൻ. ഇനി ബസ്സിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ. കണ്ടില്ലേ എൻ്റെ അനിയൻ്റെ അടുത്തൊക്കെ ഇപ്പം ഇങ്ങനെ പറയാനൊരു അവസ്ഥ വന്നേ. കേവലം ഇൻസ്റ്റാഗ്രാം റീച്ചിന് വേണ്ടി എന്ത് രീതിയിൽ ഒരാളെ ചേർത്ത് വീഡിയോ ഇടുമ്പോഴും ജസ്റ്റ് ആലോചിക്കുക. ദേ ഓൾസോ ഹാവ് ഫാമിലി ആൻഡ് ലൈഫ് ഔട്ട്സൈഡ്. വീഡിയോ കണ്ടാലറിയാം 2 ആംഗിളിൽ നിന്ന് ആ വീഡിയോ എടുക്കുന്നുണ്ട്. സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറയാം കൈ അങ്ങോട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, മോശമായിട്ടായിരുന്നു ടച്ച് ചെയ്തെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്ക് പറയാം, അല്ലെങ്കിൽ വേണ്ട ഒരു പൊട്ടിയിൽ കൊടുത്ത് അങ്ങോട്ട് മാറ്റി നിർത്താം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഇതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് കണ്ടിട്ട് ഇത് വെറുതെ ഇടാം, വൈറലാവാം, ആ കുട്ടി വൈറലാവാം, എനിക്കും വൈറലാവാം. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആരും സംഭവിച്ചിരുന്നെങ്കിൽ അതിക്രമണം നേരിട്ടിട്ട് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ രാജ്യം മൊത്തം അറിയാൻ മെഴുകുതിരി പിടിച്ചുകൊണ്ടിങ്ങനെ നിന്നേനെ. ജസ്റ്റിസ് ഫോർ കമൻറ്റ് ചെയ്യാൻ കണ്ടു ഇങ്ങനെയുള്ളവനൊക്കെ മരിക്കട്ടെ, ഇങ്ങനെയുള്ളവനൊക്കെ മരിക്കാൻ വേണ്ടെന്ന്. ആള് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കി അത്രയും വേദന സഹിച്ച് ആത്മഹത്യ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തോരം വേദനിച്ചിട്ടുണ്ട്. എങ്ങനെ സൊസൈറ്റിയിൽ ഇനി ഇറങ്ങി നടക്കാൻ പറ്റും? അത്രയും അഭിമാനമുള്ളൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തത്. യൂഷ്വൽ ഇത് കുറച്ച് ദിവസത്തെ ഒരു ഭയങ്കര ചർച്ചയാവും. അത് കഴിഞ്ഞാൽ അങ്ങനെ ആവരുത്. അദ്ദേഹത്തിന് നീതി കിട്ടണം. വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു അച്ഛനും സഹോദരനും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്സിന്, കുറച്ച് കമൻറ്റിന്, കുറച്ച് ഫോളോവേഴ്സിന്, കുറച്ച് ഷെയറിന് വേണ്ടി ചെയ്തപ്പോൾ എന്ത് നേടി? ഒരു ജീവൻ. പ്രായമായ ഒരു അച്ഛനും അമ്മയും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ഏക അത്താണിയാണ് പോയിരിക്കുന്നത്. കാര്യം മലയാളികളെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ആ വീഡിയോ കണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ റിയാക്ഷൻ വീഡിയോ ഇടുന്നു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കാണാൻ അദ്ദേഹം ഇല്ല. അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാണ്ടിരിക്കട്ടെ. വൈറലാവാനും റീച്ച് ആവാനും ആരുടെ ലൈഫ് വെച്ച് കളിക്കാണ്ടിരിക്കുക. റിയാക്ട് ചെയ്യാനുള്ളത് അപ്പം തന്നെ റിയാക്ട് ചെയ്യുക. എന്നിട്ടാട്ടെ റീച്ചും റീലും വീഡിയോയും എല്ലാം.